ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സൺഡേ നൈറ്റാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇത്താത്താടെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. ഇനിയിപ്പോൾ എല്ലാ വീട്ടിലും കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫായിരിക്കും അല്ലേ, 2-3 ദിവസത്തേക്ക്. അപ്പോൾ ഞങ്ങൾക്കും ബീഫാണ്. നാളെ മുതൽ എല്ലാവർക്കും ക്ലാസ്സിൽ പോകണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നൈറ്റ് തന്നെ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉഴുന്നും അരിയും അരക്കാനുണ്ടായിരുന്നു, അത് അരച്ച് വെച്ച്. പിന്നെ സാമ്പാറും ചട്നി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പും വെജിറ്റബിൾസൊക്കെ വേവിച്ചിട്ട് ആ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചൺ അത്യാവശ്യം നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ അതും കഴിഞ്ഞപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി കഴുകി. ഇതെൻ്റെ ചെറിയ കിച്ചണാണ്. ഇവിടെ ഈ സിങ്കിൽ ഞാൻ അങ്ങനെ പാത്രങ്ങളൊന്നും കഴുകാറില്ല. പുറത്ത് കെട്ടിയെടുത്തിട്ടുണ്ട് പാത്രങ്ങൾ കഴുകാനുള്ളത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടിട്ടാണ് ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകാറ്. പിന്നെ ഈ അടുപ്പിൻ്റെ ഭാഗത്ത് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുമ്പോൾ അതൊക്കെ ഒരു സൈഡിലേക്ക് നീക്കി വെക്കും കേട്ടോ. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഒരു കലം വെള്ളം തിളപ്പിക്കാൻ വെക്കും, വലിയ കലത്തിൽ. അപ്പോൾ രാവിലെ ആകുമ്പോൾ ചൂടാറി കിടന്നോളുമല്ലോ. പിന്നെ സാമ്പാറൊക്കെ ആണെങ്കിലാണല്ലോ നമുക്ക് തലേന്നൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. കടലയും പയറും അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അത് റെഡിയാക്കാനുള്ള ഐറ്റംസൊക്കെ നന്നാക്കി വെക്കാട്ടെ ഇതേപോലെ. അപ്പോൾ ഈ ബോക്സിലാണ് ഞാനിതൊക്കെ റെഡിയാക്കി വെക്കണത്. ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കറി വെക്കാനും മടി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മീൻ കൊണ്ടുവന്നാലും ചിക്കൻ കൊണ്ടുവന്നാലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ അതേപോലെ തേങ്ങ ചട്നിക്കുള്ളതും ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ തലേന്ന് റെഡിയാക്കി വെക്കുകയെങ്കിൽ നമുക്ക് രാവിലെ ഇതിന് ടൈം വേസ്റ്റ് ആവില്ല. ഇതൊക്കെ റെഡി ആയിരിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതെടുത്ത് ചെയ്താൽ മതിയല്ലോ. പിന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്നുള്ളത് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തില്ലെങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ നമ്മൾ മൺഡേ എന്താ ഉണ്ടാക്കാം. മൺഡേ മിക്കവാറും എനിക്കിഷ്ടം ഉഴുന്നും അരിയും അരച്ച് വെക്കുന്നത്. അതാവുമ്പോൾ മൺഡേ രാവിലെ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മാവിരിക്കണമെങ്കിൽ നമുക്കതങ്ങോട്ട് ചുട്ടെടുത്താൽ മതിയല്ല. മറ്റേത് പൊടി നനക്കാനും അതിനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ എൻ്റെ കാര്യം അങ്ങനെ ഉണ്ട്, എനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടാവാറുണ്ട് മൺഡേ. എന്നാലും നമ്മൾ എണീറ്റ് വരണമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. പിന്നെ ഇതേ യൂണിഫോംസ് തലേന്ന് നമ്മൾ തേച്ച് വെക്കാം. അപ്പോൾ രാവിലെ പിന്നെ കിച്ചണിൽ നിന്ന് നമുക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാകില്ല, പ്രത്യേകിച്ച് ചെറിയ പിള്ളേരുള്ളവർക്ക്. വലിയ കുട്ടികളാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്തോളും. ഒരു ചെറിയ പിള്ളേരാണെങ്കിൽ നമുക്ക് അവരുടെ പുറകെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. പിന്നെ ബോക്സും ഒക്കെ തലേന്ന് എടുത്ത് വെക്കാം. ഇപ്പോൾ ടൈം ടേബിൾ തരാത്തതുകൊണ്ട് നമുക്ക് ഒരു ബുക്ക് മാത്രമാണ് അഫാടെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബാഗിൽ പിന്നെ ലഞ്ച് ബോക്സും അതൊക്കെ മാത്രം എടുത്ത് വെച്ചാൽ മതിയല്ലോ. ടൈമില്ലാത്തടത്ത് പിന്നെ ടൈം ടേബിളൊക്കെ നോക്കാനൊന്നും നിൽക്കണ്ട. എല്ലാം കഴിയുമ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയിടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് നല്ല സമാധാനത്തിൽ പോയി കിടന്നുറങ്ങാം. ഇങ്ങനെയൊക്കെ നമുക്ക് തിരക്കുകൾ കുറയ്ക്കാം രാവിലെ സ്കൂളിൽ പോകുന്ന, പ്രത്യേകിച്ച് ചെറിയ പിള്ളേരുള്ളവർക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടോ? കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.